ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 2. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വിവർത്തനം. ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണിതിൻ്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിൻ്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. ഭാവാർത്ഥം. ഈ അരയാൽ വൃക്ഷത്തെപ്പറ്റിയുള്ള വിവരണം തുടരുന്നു. അതിൻ്റെ ശാഖകൾ എല്ലാ ദിക്കുകളിലേക്കും പടരുന്നുണ്ട്. കീഴ്ഭാഗത്ത് മനുഷ്യരും കുതിര, പശു, നായ, പൂച്ച മുതലായ ജീവികളും അധിവസിക്കുന്നു. താഴത്തെ ശാഖകളിലാണിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. മുകളിലെ ശാഖകളിൽ ആണ് കുറെ കൂടി ഉയർന്ന നിലയിലുള്ള ജീവസത്തകളായ ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ ഉന്നത ജീവിവർഗങ്ങളുടെ സ്ഥിതി. സാധാരണ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് വെള്ളത്തിലൂടെയാണ്. ഈ വൃക്ഷത്തിന് പോഷണം ലഭിക്കുന്നതാകട്ടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെയും. ചിലപ്പോൾ ഒരു ഭൂഭാഗം വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിയും മറ്റു ചിലപ്പോൾ കുതിർന്ന് പച്ചയായും കാണപ്പെടാം. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ചിലതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഓരോരോ ജീവിവർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ വൃക്ഷത്തിൻ്റെ ചില്ലകൾ. പ്രകൃതിയിലെ ഓരോ ഗുണവും വെവ്വേറെ ഇന്ദ്രിയങ്ങളെയാണ് പോഷിപ്പിക്കുക. ആ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ജീവികൾ വ്യത്യസ്ത വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ചെവി, മൂക്ക്, കണ്ണ് മുതലായ വിഷയാനുഭവോപാധികൾ ശാഖാഗ്രങ്ങളത്രേ. ശബ്ദം, സ്പർശം, രൂപം തുടങ്ങിയവ ചില്ലകളും. പലവിധത്തിലുള്ള സുഖദുഃഖാനുഭവങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന രാഗദ്വേഷങ്ങളാണ് ഈ മഹാവൃക്ഷത്തിൻ്റെ തായ്വേരുകൾ. എമ്പാടും പടർന്നു കിടക്കുന്ന ഈ വേരുകളിൽ നിന്നാണ് ആസ്തിക്യവും നിരീശ്വരവാദവും പ്രവണതകളായി വളരുന്നതെന്ന് പറയപ്പെടുന്നു. വൃക്ഷത്തിൻ്റെ അടിവേര് ബ്രഹ്മലോകത്തിലും മറ്റു വേരുകൾ മാനുഷിക ഗ്രഹവ്യൂഹങ്ങളിലുമാണ്. മനുഷ്യൻ ഉപരിലോകങ്ങളിൽ വെച്ച് പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചുവന്ന് തൻ്റെ കർമ്മങ്ങളെ അഥവാ ഫലോദിഷ്ട പ്രവർത്തനങ്ങളെ ഉത്കർഷത്തിനായിക്കൊണ്ട് പുനരാരംഭിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യലോകം കർമ്മഭൂമി എന്നു കരുതപ്പെടുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.